ഞങ്ങൾ വ്യാഴത്തിൻ്റെ അന്ന് എന്നൂർ യാത്ര പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കേണ്ട കേട്ടോ. അപ്പോൾ എന്നൂർ കാണാൻ വേണ്ടിയിട്ട് വൈത്തിരിയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. നാത്തൂനും മോളുമൊക്കെ ആദ്യം ഒരുങ്ങിയിരുന്നു. അപ്പോൾ പിന്നെ എനിക്കും എന്നെയും മേക്കപ്പൊക്കെ ഇട്ട് ഒരുക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെയും പിടിച്ചിരുത്തിയതാണ്. അപ്പം ഞങ്ങളങ്ങനെ അത്യാവശ്യം കുറേശ്ശെ മേക്കപ്പൊക്കെ ഇട്ട് ഞങ്ങൾ റെഡിയായി ഒരുങ്ങി. ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു 12 ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളായിരുന്നു ഇതൊക്കെ. അങ്ങനെ കുറച്ച് മേക്കപ്പ് ഇട്ട് ഐലൈനർ എഴുതി അങ്ങനെ മേക്കപ്പൊക്കെ ഇട്ട് ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി. അപ്പോൾ കുട്ടികൾ ആദ്യം ഒരുങ്ങി റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ മുല്ല വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂവൊക്കെ കോർത്തവർ ആദ്യം പൂവൊക്കെ ചൂടി വണ്ടിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങി. അപ്പോൾ പോകുന്നത് വൈത്തിരി വഴിയാണ് കേട്ടോ. തരുവണ പടിഞ്ഞാറത്തറ വൈത്തിരി വഴിയാണ് പോയത്. അപ്പോൾ ഞങ്ങളവിടെ എത്തി. ഉച്ചയ്ക്ക് ഒരു 2 മണിയായപ്പോൾ എത്തി. വൈത്തിരിയിൽ നിന്ന് തന്നെ കരിയംകേട് മെസ്സിൽ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ചു. സാധാരണ നാടൻ ഫുഡാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. അത് കഴിച്ച് എന്നൂരിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തി. ഞങ്ങൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഉച്ച സമയമായിരുന്നു. അങ്ങനെ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാവരും കൂടെ ഞങ്ങളെന്താക്കി അവരുടെ വണ്ടി തന്നെ മേലെ കുന്നിൻ്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. ആദ്യം വഴി കുറച്ചൊരു ദുർഘടമായിരുന്നെങ്കിലും പിന്നീട് കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴേക്കും നല്ല റോഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. കോൺക്രീറ്റൊക്കെ ചെയ്ത് നല്ല റോഡായിരുന്നു. അഴുക്ക് വെള്ളം ഒഴുകാനുള്ള ഒരു സൈഡിൽ കൂടെ അതിനുള്ള സ്പേസൊക്കെ ഇട്ടിട്ട് നല്ല ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ. എന്നാലും ജീപ്പായതുകൊണ്ട് തന്നെ നല്ല കുലുക്കം അറിയുന്നുണ്ടായിരുന്നു. നമ്മുടെ വണ്ടിയിലൊന്നും നമുക്ക് പോകാനും പറ്റില്ലല്ലോ. അങ്ങനെ അവരുടെ വണ്ടിയിൽ മേലെത്തി, എന്നൂരിൻ്റെ കവാടത്തിലെത്തി. അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന വൈത്തിരിയുടെ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. കുന്നിൻ്റെ മുകളിലാണ്, ഏറ്റവും കുന്നിൻ്റെ താഴ്വാരയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് സമയം അവിടെ നിന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചത്. അപ്പോൾ അതിൻ്റെ മഴയുടെ ഒരു ചെറിയ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നല്ല ചൂടുമായിരുന്നു. വയനാടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഏപ്രിൽ മെയ് മാസത്തിൽ അത്യാവശ്യം നല്ല ചൂട് തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും ഇതൊക്കെ എടുത്ത് ഞങ്ങളെ കവാടത്തിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇവിടെ ചുരുക്കമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിലുണ്ട്. എല്ലാവരും